ആനന്ദവല്ലി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഇന്ന് വൈകുന്നേരം ഇവിടെ ചേന പുഴുങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ചായക്ക് ഒരു കല്യായാലോ അതിന് വേണ്ടിയിട്ടല്ലോ. നമ്മൾ വൈകുന്നേരം കപ്പിയും ചേനയും എല്ലാം കാച്ചിലൊക്കെ പുഴുങ്ങാറില്ലേ, അതുപോലെ ഇപ്പം പുഴുങ്ങുന്നതാണ്. ചായക്ക് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഇതിന് നമ്മൾ കാന്താരിക്കാണ് ചേർക്കുക. കാന്താരി മുളക് ഇല്ലാതെ കാരണം പച്ചമുളകാണ് എടുക്കുന്നത്. ഒരു 2-3 പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് ഒരു 2-3 വിസിൽ വന്നാൽ അപ്പോൾ അത് ഓവാക്കും. അങ്ങനെയൊന്നും വെള്ളം കുറച്ച് വെള്ളം കൊടുക്കും. പിന്നെ മഞ്ഞളൊന്നും ഇടാറില്ല. മഞ്ഞൾ അത്യാവശ്യമാണെങ്കിൽ ഇടാം. പക്ഷേ അതിന് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന് പാകത്തിന് വെച്ച് കഴിയുമ്പോൾ കുറച്ചേ വെക്കും. വെള്ളമൊന്നും ഇല്ലാതെ കട്ട വെള്ളം എടുക്കും. എന്നിട്ടാണ് അത് വെളിച്ചെണ്ണയും ഒഴിക്കില്ല. അത് ഞങ്ങൾ താഴത്ത് വയ്ക്കും. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 2-3 പച്ചമുളക് കഴിക്കുന്നുണ്ട്. കുറച്ചധികം ഇട്ടാന്ന് കാരണം 20 കഴിക്കും. ചെറിയ മക്കളുള്ളതുകൊണ്ട് അവരൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേ എടുത്തുള്ളൂ 3 മുളക്. അത് ഇട്ട് അടുപ്പത്ത് 2 ഗ്ലാസ് വെള്ളവും വെച്ച് ഒഴിച്ചിട്ട് അടുപ്പത്ത് കയറിക്കാൻ വെച്ച് ഉപ്പ് ഇട്ട് അടുപ്പത്ത് വെച്ച് 2 വിസിൽ പോകണം. 2 ഏറെ പോയതിന് ശേഷം നമ്മൾ വാങ്ങി വെക്കും. വാങ്ങി വെക്കുമ്പോഴത്തേക്ക് പാകം വെള്ളം എല്ലാം കണക്കിനായിട്ട് വറ്റായി വരും. അപ്പം നമ്മൾ വാങ്ങി വെച്ചിട്ട് ഏറെല്ലാം കളഞ്ഞ് പച്ച ഒഴിച്ചിട്ട് വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും കഴിക്കുന്നുണ്ട്. അതെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. തേങ്ങയെല്ലാവരും കൂടുന്നതാണെന്ന് അറിയാം. ഞാൻ ഉണ്ടാക്കുന്നത് അറിയുന്നേ ഉള്ളൂ. ഏകദേശമായി നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റിൽ അടിപൊളിയായി കൊണ്ടുവരുന്നത് എല്ലാവരും കഴിക്കാതെ. ഇങ്ങനെ വഴറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഴിച്ച് നോക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. കാന്താരി മുളകും ഉള്ളിയും കൂടിയിട്ട് ചമ്മന്തിയാക്കിയതാണ് മിക്സിയിൽ. നല്ല ടേസ്റ്റ്. നമ്മളെ എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കണം.